ഇന്ന് ഞങ്ങളെല്ലാവരും കൂടി പള്ളിക്കരയിലുള്ള വിശുദ്ധ കാർലോസ് അക്യൂറ്റസിൻ്റെ ദേവാലയത്തിലേക്ക് പോവുകയാണ്. നിങ്ങൾക്കെല്ലാവർക്കും അറിയാം, ലോകത്തിലെ ആദ്യത്തെ ദേവാലയമാണ് വിശുദ്ധ കാർലോസ് അക്യൂറ്റസിൻ്റെ. ശരിക്കും നമുക്ക് വേണമെങ്കിൽ ബ്രോ എന്ന് വിളിക്കാം, നല്ല ഫ്രണ്ട്ലിയാണ്. ഈ കാലഘട്ടത്തിൻ്റെ ഒരു ട്രെൻഡാണ് അദ്ദേഹം. അപ്പോൾ ഞങ്ങൾ എന്തുകൊണ്ടാണ് ആ പള്ളിക്കരയിലേക്ക് പോകുന്നത് വെച്ച് കഴിഞ്ഞാൽ, ഞങ്ങൾ ആ വിശുദ്ധന് വേണ്ടി ഒരു പാട്ട് സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ റെക്കോർഡിംഗ് എല്ലാം കഴിഞ്ഞു. ഞങ്ങൾ അതിൻ്റെ ഒരു വീഡിയോ ഷൂട്ടിന് വേണ്ടി ഞങ്ങൾ ആലയത്തിലേക്ക് പോവുകയാണ്. നമുക്കെല്ലാവർക്കും, ഞങ്ങൾ മാത്രമല്ല നിങ്ങളെല്ലാവരും ആലയത്തിലേക്ക് വരണം. ആ വിശുദ്ധ മധ്യസ്ഥം ചോദിച്ച് പ്രാർത്ഥിക്കണം. പ്രത്യേകിച്ച് യുവതലമുറയ്ക്ക് വേണ്ടി നമ്മളെല്ലാവരും ആ വിശുദ്ധനോട് മധ്യസ്ഥം പ്രാർത്ഥിക്കണം. നമുക്ക് ആലയത്തിൽ വെച്ച് കാണാം. എല്ലാവരും വരണോട്ടോ. ഓക്കെ, പ്രൈസ് ഗോഡ്, ആമേൻ. വിശുദ്ധനാം കാർലോസ് അക്യൂറ്റീസേ, യുവജനത്തിനു മാതൃകയായ ഭൂമിയിൽ വന്ന യുവതാരമേ, ദിവ്യകാരുണ്യ കൃപയിൽ ജീവിച്ച വിശുദ്ധനാം കാർലോസ് അക്യൂറ്റീസേ, യുവജനത്തിനു മാതൃകയായ ഭൂമിയിൽ വന്ന യുവതാരമേ, വിശുദ്ധനാം കാർലോസ് അക്യൂറ്റീസേ, ഞങ്ങൾക്കായി പ്രാർത്ഥിച്ചിടണമേ. വിശുദ്ധനാം കാർലോസ് അക്യൂറ്റീസേ, ഞങ്ങൾക്കായി പ്രാർത്ഥിച്ചിടണമേ. കുർബാനയിൽ ജപമാല ഭക്തിയിൽ ഉണർന്നു ശോഭിക്കാൻ സമയം ആഗതമായി. വിശുദ്ധ കുർബാനയിൽ ജപമാല ഭക്തിയിൽ ഉണർന്നു ശോഭിക്കാൻ സമയം ആഗതമായി. കാലഘട്ടത്തിൽ പുണ്യൻ വന്നിതാ, യുവജനത്തിൻ താരകമേ. കാലഘട്ടത്തിൽ പുണ്യം വന്നിതാ, യുവജനത്തിൻ താരകമേ. വിശുദ്ധനാം കാർലോസ് അക്യൂറ്റീസേ, ഞങ്ങൾക്കായി പ്രാർത്ഥിച്ചിടണമേ. വിശുദ്ധനാം കാർലോസ് അക്യൂറ്റീസേ, ഞങ്ങൾക്കായി പ്രാർത്ഥിച്ചിടണമേ. ഉണരൂ യുവജനമേ, ഉണരൂ നവഗണമായി, സമയം ആഗതമായി. ഉണരൂ യുവജനമേ, ഉണരൂ നവഗണമായി, സമയം ആഗതമായി. കാലഘട്ടത്തിൽ പുണ്യൻ വന്നിതാ, യുവജനത്തിൻ താരകമേ. കാലഘട്ടത്തിൽ പുണ്യൻ വന്നിതാ, യുവജനത്തിൻ താരകമേ. വിശുദ്ധനാം
യുവതാരമേ